ചുരുണ്ട് കിടക്കുന്നത് ഹായ് ഹലോ, എല്ലാവർക്കും ഒരു കുട്ടി വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ കുട്ടി വീഡിയോ എന്താണെന്ന് വെച്ചാൽ, ഓരോ വീക്കെൻഡ് ആകുമ്പോഴും വീക്ക് ഡേയ്സ് മൊത്തം കുഞ്ഞുങ്ങൾ വീട്ടിൽ തന്നെ അല്ലേ. അപ്പോൾ അവരെ കൊണ്ട് പുറത്തു പോകാൻ പറ്റിയ സ്ഥലം ഏതാണെന്ന് തപ്പി കണ്ടുപിടിച്ച് ഈ ആഴ്ച നമ്മൾ ഷാർജ ഡെസേർട്ട് പാർക്കിൽ പോകാമെന്ന് ഓർത്തു. നമുക്ക് വീട്ടിൽ നിന്ന് അധികം ദൂരം ഉണ്ടായിരുന്നില്ല, അപ്പോൾ അവിടോട്ട് പോകാമെന്ന് ഓർത്തു. സത്യം പറഞ്ഞാൽ ഈ ആഴ്ചയല്ല, കഴിഞ്ഞ ആഴ്ച നമ്മൾ പോകാനൊക്കെ പ്ലാൻ ചെയ്ത് അവിടെ വരെ ചെന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ അവിടെ ചെന്ന് കഴിഞ്ഞിട്ടാണ് നമുക്ക് മനസ്സിലായത്, അവിടെ ക്യാഷായിട്ട് മാത്രമേ ടിക്കറ്റ് എടുക്കുന്നിടത്ത് പേ ചെയ്യാൻ പറ്റുള്ളൂ, കാർഡും ഒന്നുമില്ല. അപ്പോൾ പിന്നെ നമ്മുടെ കയ്യിൽ ക്യാഷായിട്ടില്ലായിരുന്നതുകൊണ്ട് നമ്മൾ തിരിച്ചു പോയി. പിന്നെ ഞങ്ങൾ ഈ ആഴ്ച പോകാനുണ്ടായത്. 20 ദിർഹമാണ് ഒരാൾക്ക് ടിക്കറ്റിന് വരുന്നത്. 12 വയസ്സ് വരെയുള്ള കുഞ്ഞുങ്ങൾക്ക് ഫ്രീ ആണ്. അപ്പോൾ നമ്മൾ വന്നിട്ടുണ്ടായിരുന്നത് വൈൽഡ് ലൈഫ് സെൻറ്ററിലാണ്. അല്ലാതെ കുറേ ബ്ലോക്കുകൾ അവിടെ വേറെയുണ്ട്. ഫുള്ള് ഇൻഡോർ സെറ്റപ്പിലുള്ളൊരു സെൻറ്ററായിരുന്നു ഇത്. അതുകൊണ്ടാണ് നമ്മൾ അങ്ങോട്ട് പോയത്. ഇപ്പോഴത്തെ ചൂടിൽ അല്ലാതെ കുഞ്ഞുങ്ങളെ കൊണ്ട് നമുക്കൊരു വൈകുന്നേരം വരെ എങ്ങോട്ടും ഇറങ്ങാൻ പറ്റത്തില്ല. അപ്പോൾ ആദ്യത്തെ സെക്ഷൻ എന്ന് പറയുന്നത് ഇതുപോലെ പാമ്പുകളുടെ ആയിരുന്നു. കാണിച്ചു കൊടുക്കുക. പാമ്പാണോ? അടിച്ച പാമ്പ് മണലിനകത്ത് ചുരുണ്ട് കിടക്കുന്ന കണ്ട, അതിന്റെ കണ്ണ് കണ്ടോ? അപ്പിട്ട് പോണോ? കുഞ്ഞുങ്ങൾ അവരിതിനെയൊന്നും കണ്ട് പേടിക്കാനുള്ളൊരു അറിവും കാര്യങ്ങളൊന്നും ആയിട്ടില്ലാത്തതുകൊണ്ടായിരിക്കും അവർക്ക് പേടിയൊന്നും ഇല്ലായിരുന്നു. ഇതിനെയൊക്കെ കാണുമ്പോൾ ഭയങ്കര ഹാപ്പിയായിരുന്നു. നമുക്കായിരുന്നു പിന്നെയും ഒരു വല്ലായികയൊക്കെ ഉള്ളത്. ഒരുപാട് ടൈപ്പ് ഉണ്ടായിരുന്നു. അതിൽ ചിലത് മാത്രമേ ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചിട്ടുള്ളൂ. ഞാൻ എല്ലാത്തിൻ്റെയും ഫൂട്ടേജ് എടുത്തെങ്കിലും വീഡിയോയിലോട്ട് ഇടുമ്പോൾ എനിക്കെന്തോ അങ്ങോട്ട് കാണുമ്പോൾ, നേരിട്ട് കാണാൻ ഇത്രയും ബുദ്ധിമുട്ടില്ലായിരുന്നു, പക്ഷേ വീഡിയോയിൽ കാണുമ്പോൾ എന്തോ ഭയങ്കര ബുദ്ധിമുട്ട്. അതുകൊണ്ട് ഞാൻ എല്ലാം ഒന്നും ഇട്ടിട്ടില്ല. അപ്പോൾ അവിടുന്ന് നമ്മൾ പാമ്പിൻ്റെ സെക്ഷനൊക്കെ കഴിഞ്ഞ് പിന്നെ ഓന്തിൻ്റെ ഉണ്ടായിരുന്നു. അതൊന്നും നമ്മളധികം അങ്ങോട്ട് പോയില്ല. എന്ന് വെച്ചാൽ 6 മണി വരെ ഇവിടെ ഉള്ളൂ. അപ്പോൾ ഇതെന്തോരം ഏരിയ ഉണ്ട്, മൊത്തം കവർ ചെയ്യുക. കുറേ കൂടി കഴിഞ്ഞിട്ടാണ് വൈൽഡ് ആനിമൽസൊക്കെ വരുന്നത്. അപ്പോൾ അങ്ങോട്ട് പോകേണ്ടതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് കണ്ടു തീർത്ത് പോകുമായിരുന്നു. പിന്നെ മീനുകളുടെ ഉണ്ടായിരുന്നു. അതൊന്നും നമ്മളധികം കാണാൻ നിന്നില്ല. പിന്നെ ഇതും ഒരു വെറൈറ്റി തോന്നിയൊരു സാധനമായിരുന്നു, വെള്ളത്തിനകത്തുള്ള ചിലന്തി. പിന്നെ ഇതുപോലെ വീട്ടിൽ അങ്ങനെ ഇതൊക്കെ നമ്മൾ ജസ്റ്റ് 1-2 എണ്ണം കണ്ട് ഓടി അങ്ങ് പോവായിരുന്നു. അത് കഴിഞ്ഞിട്ട് പോകുന്നത് ഭയങ്കര രസമുള്ള ഈ ഒരു ഏരിയ ആയിരുന്നു. ഇത് ഫുള്ള് പക്ഷികളുടെ, എന്ത് രസമായിട്ടാണ്, ഇൻഡോർ ആണെങ്കിലും എന്ത് രസമായി കാണാൻ തന്നെ, എന്ത് രസമായിട്ടാണത് അറേഞ്ച് ചെയ്തേക്കുന്നത് എന്നുള്ളത് ഭയങ്കര ഒരു കാര്യമായിരുന്നു. കൊക്ക് ഈ സെക്ഷനിൽ കൂടുതലും കുഞ്ഞു ടൈപ്പ് ബേഡ്സ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് വീഡിയോയിൽ എത്രത്തോളം അതിൻ്റെ ഭംഗി അറിയാൻ പറ്റും എന്നുള്ളത് ഭയങ്കര സംശയമാണ്. പക്ഷേ നേരിട്ട് കാണാൻ നല്ല രസമുണ്ടായിരുന്നു. അതിൻ്റെ കൂട് ഉണ്ടാക്കുന്നതൊക്കെ ആണെങ്കിലും ഒക്കെ ഭയങ്കര രസമുണ്ടായിരുന്നു. പിന്നെ അടുത്തുണ്ടായിരുന്നതെന്ന് വെച്ചാൽ ഈ കാട്ടുപൂച്ചകളുടെ ഒരു 2-3 വെറൈറ്റി ഉണ്ടായിരുന്നു. അതിൽ വെറൈറ്റി ആയിട്ട് എനിക്ക് തോന്നിയത് ഈ ഒരെണ്ണമാണ്. അതിൻ്റെ മുഖം വന്നിട്ട് അതിൻ്റെ ചെവിയും ഒക്കെ ആയിട്ട് ഒരുമാതിരി മുയലിൻ്റെ ഒരു മുഖ ഷേപ്പ് തോന്നിയാലും ഇതിനെ കണ്ടപ്പോൾ ഒരു വെറൈറ്റി തോന്നി. പിന്നെ കണ്ട 1-2 എണ്ണമൊക്കെ നമ്മുടെ നോർമൽ പൂച്ച പോലെയൊക്കെ തന്നെ എനിക്ക് തോന്നിയുള്ളൂ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇതെന്താണെന്നുള്ളത് ഞാനങ്ങ് മറന്നുപോയി. കുറുക്കനല്ല, കുറുനരി അങ്ങനെ എന്തോടെ പറയുമല്ലോ, അത് മുള്ളമ്പന്നി, കുറേ സാധനങ്ങളുണ്ട്. അത് കഴിഞ്ഞിട്ട് ആ ഒരു ഏരിയ കഴിഞ്ഞിട്ട് വന്നിട്ട് ഇതൊരു ബേഡ്സിൻ്റെ ഒരു സെക്ഷനായിരുന്നു. കഴുകന്, പരുന്ത് അങ്ങനത്തെ. അതിനൊന്നും അടുത്ത് കാണാൻ പറ്റില്ല, ദൂരത്തായിരുന്നു. അത് കഴിഞ്ഞിട്ട് മാനുകൾ ഒക്കെ ഉള്ളൊരു ഏരിയ ആണ് ഇത്. അതും നമുക്ക് വീഡിയോയിൽ
ക്ലിയറായിട്ട് കിട്ടത്തില്ല. പക്ഷേ നേരിട്ട് കാണുമ്പോൾ കാണാൻ പറ്റും. അതൊക്കെ ഇച്ചിരി ദൂരത്താണ് നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അത്രയ്ക്ക് ഇങ്ങോട്ട് ഷൂട്ട് ചെയ്ത് എടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞിട്ട് കുരങ്ങുകളുടെ കുറച്ച് സെക്ഷൻ ഉണ്ടായിരുന്നു. എവിടെ പോയാലും ഭൂമിക്കുട്ടനൊരു 2-3 വീഴ്ചയിലും വീഴുക എന്നുള്ളത് നിർബന്ധമായിട്ട് വന്നേക്കുക. ഇത് അമ്മമ്മങ്കി. പിറ്റിക്കുട്ടിനെ പോലൊരു മങ്കി ഇതോ പോയി വെള്ളം കുടിക്കുന്നു. അങ്ങനെ നമ്മൾ മങ്കിയൊക്കെ കണ്ട്, അത് കഴിഞ്ഞ് ചീറ്റയെ കണ്ടു, ദേ കിടന്നുറങ്ങുന്നു. അത് കഴിഞ്ഞ് ചെന്നായെ കണ്ടു. പിന്നെ ഒരു 2-3 ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു. ഹൈലൈറ്റ്സ് എന്താണെന്ന് വെച്ചാൽ ഉച്ച കഴിഞ്ഞതുകൊണ്ടായിരിക്കാം, ചൂടിൻ്റെയും ഒക്കെ ആയിരിക്കാം, എല്ലാവരും ഉറക്കം. എല്ലാവരും ഓരോ മൂലയ്ക്ക് പോയി കിടന്ന് ഉറക്കമായിരുന്നു. അതുകൊണ്ട് ഇവരൊന്നും നേരെ നിൽക്കുന്നതൊന്നും ഇവരുടെ ആക്ടിവിറ്റീസായിട്ടൊന്നും കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. എല്ലാവരും ഉറങ്ങുന്ന കണ്ടു. പക്ഷെ നമുക്ക് വല്ലാത്ത പറ്റുപറ്റിപ്പോയി. എന്ന് വെച്ചാൽ നമ്മൾ എന്തെങ്കിലും വലിയ കാര്യമായിട്ട് അകത്തോട്ടുണ്ടായിരിക്കുമെന്ന് ഓവറായിട്ട് എക്സ്പെക്റ്റ് ചെയ്തതുകൊണ്ടായിരിക്കാം ഈ ഒരു ഏരിയ കഴിഞ്ഞപ്പോഴത്തേനും പെട്ടെന്ന് തീർന്നു പോയ പോലെ ആയിപ്പോയി. പിന്നെ നമ്മൾ സമയമുണ്ടല്ലോ, 6 മണി ആകാറായിട്ടുണ്ടായിരുന്നു, 5:30 ആയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ പുറത്ത് വന്ന് അവിടെ കുഞ്ഞുങ്ങൾക്ക് കളിക്കാൻ നല്ല ഏരിയ ഉണ്ട്. അപ്പോൾ ഇവർക്കങ്ങനെ പുറത്ത് പോയി കളിക്കാനുള്ളൊരു ഓപ്ഷനൊക്കെ വളരെ കുറവല്ലേ ഇപ്പോൾ. ഇത്ര എടുക്കാനും പിടിക്കാനും ഓടാനും ഒക്കെ പറ്റുന്ന സൗകര്യങ്ങൾ കുറവായതുകൊണ്ട് കിട്ടുന്ന അവസരങ്ങൾ അവർ ശരിക്കും മുതലാക്കാറുണ്ട്. നമ്മൾ ആ സമയം അവരെ ഫ്രീ ആയിട്ട് വിടാറുണ്ട്. അങ്ങനെ കുറേ നേരം അവർ കളിച്ചു. അയ്യോ മക്കളെ, ഭൂമിക്കുറ്റം വീണു. ഒന്ന് അവിടെ ഇട്ടിരുന്ന് ഒന്ന് കാണിച്ചു കൊടുത്തേ എങ്ങനെ ഇരിക്കുന്നേന്ന്. അതൊന്നിരുന്നേ. എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് 2 പേരെയും കൂടി എടുത്തി ഒരു ഫോട്ടോ എടുക്കാനുള്ള ശ്രമമായിരുന്നു അവിടെ നടന്നത്. എവിടെ നിന്ന് നടക്കാനും ഒരാളുടെ ഫോട്ടോ തന്നെ ഒന്ന് ക്ലിയർ ആയിട്ട് കിട്ടുക എന്നുള്ളത് അപൂർവമാണ്. അപ്പോഴാണ് നമ്മൾ 2 പേരെയും കൂടി ഇരുത്തിയെടുക്കാൻ നോക്കുന്നത്. നടക്കുന്ന കാര്യമല്ല. അവരിങ്ങനെ ഇഷ്ടംപോലെ കുഞ്ഞുങ്ങളുണ്ടായിരുന്നു, കൂടുതലും മലയാളീസും ആയിരുന്നു. അപ്പോൾ അവർ അവരുടെ കൂടെ കളിച്ചും ഓടിയും കുഞ്ഞുങ്ങളെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കളിച്ചും മണ്ണിൽ തോണ്ടിയും നനവുള്ളടം കുഴിച്ചും ഇരുന്നും കിട്ടിയ സമയം എല്ലാവരും, ഇവർ തന്നെയല്ല അവിടുത്തെ എല്ലാ കുഞ്ഞുങ്ങളും നല്ലോണം മാക്സിമം യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് എന്തായാലും നല്ലൊരു ഈവനിങ് ആയിരുന്നു, നമുക്കും നല്ലൊരു ഈവനിങ് ആയിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ കുറേ നേരം അവർ കളിച്ചോട്ടേന്ന് ഓർത്തു. അത് കഴിഞ്ഞ് കളിയൊക്കെ കഴിഞ്ഞ് സന്ധ്യയാകാൻ തുടങ്ങിയപ്പോഴത്തേനും നമ്മൾ പോന്നു. പോകാൻ നേരം കുഞ്ഞുങ്ങൾ തന്നെ ചെന്ന് കൂടെ കളിച്ച ചേച്ചിമാരോടൊക്കെ പോയി ടാറ്റ പറഞ്ഞിട്ട് വരുന്നുണ്ട്. അപ്പോൾ അതൊന്നും നമ്മൾ പറഞ്ഞ് ചെയ്യിക്കാതെ അവർ ചെയ്യുന്ന കണ്ടപ്പോൾ ഒരു ഞെട്ടലും സന്തോഷവും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരുടെ കൂടെ ഓടിയും നടന്നുമൊക്കെ എടുത്ത കുറച്ച് ഫോട്ടോസ് ഞാൻ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഈ കുട്ടി വീഡിയോ. നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ്സ് അറിയിക്കുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്